തഹാവൂർ റാണയ്ക്ക് തൂക്കുകയർ നൽകണമെന്ന് മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യസാക്ഷികളിൽ ഒരാളായ യുവതി അജ്മൽ കസബിന് കിട്ടിയതുപോലെ നീണ്ടകാലത്തെ വിചാരണ പോലും റാണ അർഹിക്കുന്നില്ല എന്നും യുവതി 24-നോട് പറഞ്ഞു. ഭീകരാക്രമണത്തിന് രാജ്യത്തിനുള്ളിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതിൽ റാണയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് നിർണായക വിവരം ലഭിക്കുമെന്ന് NIA മുൻ ഉദ്യോഗസ്ഥൻ കൂടിയായ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. CST റെയിൽവേ സ്റ്റേഷനിൽ ഭീകരർ താണ്ഡവമാടിയപ്പോൾ വെടിയേറ്റ് വീണയാളാണ് ഈ യുവതി. ആ ഭീകരരാത്രിയുടെ ഓർമ്മകൾ ഇന്നും അവളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. കോടതി മുറിക്കുള്ളിലെ സാക്ഷിക്കൂട്ടിൽ നിന്ന് അവൾ അജ്മൽ കസബിനെ തിരിച്ചറിഞ്ഞത് കേസിൽ നിർണായകമായി. തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിക്കുന്നതിൽ അതിയായ സന്തോഷം. പക്ഷേ തൂക്കുകയർ വൈകിക്കരുതെന്ന യുവതി. मैं यही अपील करती हूँ इंडियन गवर्नमेंट से कि तहूर राणा को लाने के बाद से जल्द इंफॉर्मेशन निकाला जाए. पाकिस्तान में जो अभी भी मास्टरमाइंड और आतंकवादी छुप कर बैठे हैं, जो आतंकवाद को पार है, उन लोगों का नाम सामने आया और तहूर राणा को जल्द से जल्द फांसी की सजा हो. और जो पाकिस्तान में अभी भी मास्टरमाइंड बैठे हैं, उन लोगों को भी भारत लाकर या हमारे भारत वाले जाकर पाकिस्तान में घुसकर उन आतंकवादियों को खत्म करें. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ അമേരിക്കയിൽ ചോദ്യം ചെയ്യാനായി പോയ NIA സംഘത്തെ നയിച്ചത് ലോക്നാഥ് ബെഹ്റയായിരുന്നു. US കോടതിയിലെ ഹെഡ്ലി റാണാനെ എതിരായിട്ട് പറഞ്ഞു, ഇയാൾ ഇങ്ങനെ ചെയ്ത് പറഞ്ഞിട്ട്. റാണയുടെ പേരൊരു ഇതുണ്ടായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. ഹെഡ്ലി എന്നെ മിസ്ലീഡ് ചെയ്തു, ആ രീതിയിലാണ് പറഞ്ഞു കോടതിയിലെ. മുംബൈ കേസിൽ അവർക്ക് അക്യൂട്ട് ചെയ്തു. കാരണം ആ സമയത്ത് അവിടെ അമേരിക്കൻ ഇൻവെസ്റ്റിഗേറ്റർ കയ്യിൽ അത്ര എവിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ എവിഡൻസ് ഉണ്ടോ, ഐ ആം ഷ്യൂർ ദാറ്റ് ഹി വിൽ ഗെറ്റ് എ ഗുഡ് പണിഷ്മെന്റ്. റാണയ്ക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. പ്രതിയിൽ നിന്ന് പുതിയ നിർണായക വിവരങ്ങൾ കിട്ടുമെന്നും ബെഹ്റ പ്രത്യാശ പ്രകടിപ്പിച്ചു. 24 മുംബൈ.